ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥ മോള് ശരിക്കും വേറെ ഗാഥയല്ലേ? ശരിക്കുള്ള ഗാഥ വേറെ ഗാഥയല്ലേ? ആ ഗാഥയും ഈ ഗാഥയും ഒന്നല്ലല്ലോ. പറഞ്ഞു മോളെ. അടുത്ത ഗാഥ ദേ ഈ മുറിക്കകത്തുണ്ട്. ഞാൻ പൂട്ടിയിട്ടതാ. കാരണം എന്താണോ, ഉദയനൊരു കാര്യം പറയുമ്പോ ഉദയം മണ്ടനാണ്, ബുദ്ധിയില്ലാത്തവനാണെന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടെ കളിയാക്കും. അതെ, ഞാനിപ്പോ തുറന്നു കാണിക്കാം. എല്ലാവരും കണ്ടോ? നല്ല വൃത്തിയായിട്ട് കണ്ടോ? അയ്യോ, കാണാനില്ല. എന്താ താക്കോല് കാണാനില്ലല്ലയാ. അതെവിടെ പോയി? അതെവിടെ പോയല്ലയാ? ഉദയ, നീ വേഷം കേട്ടല്ലേ? ഇത്രയും പേരെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വിളിച്ചോണ്ടിട്ട്. ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് അളിയോട് ആരാ പറഞ്ഞേ? ഇതിനകത്ത് വേറൊരു ഗാഥയെ ഞാൻ കാണിച്ചു തന്നാ പോരെ? അതിന് താക്കോലിന്റെ ആവശ്യമൊന്നുമില്ല. ഈ തുറന്നു കിടക്കുന്ന ഭാഗത്തു കൂടി നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ഗാഥയെ കാണാം. അച്ഛൻ എന്തോ പ്രശ്നമുണ്ടമ്മേ. നീ മിണ്ടാതിരിക്കടി. ഉദയേട്ടൻ സത്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലാതെ ഇത്രയും ധൈര്യത്തില് ഉദയേട്ടൻ പറയില്ല. സിത്താരുടെയും മോളുടെയും പണി തീർന്നു. അവിടെ ഒരു മൂലയിൽ ഗാഥ ഇരിപ്പുണ്ട്. ആരാദ്യം വരുന്നത്? ആരാദ്യം വരുന്നത്? അളിയൻ വാ. അളിയൻ തന്നെ നോക്ക്. നോക്ക്. അളി എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അളിയൻ പോയി നോക്ക്. ഇതിനകത്ത് ആരുണ്ടെന്നാ നീ പറഞ്ഞേ? ഗാഥ. എങ്കിലൊന്ന് കാണിച്ച. കാണിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. അയ്യോ, ഇതെവിടെ പോയി? എനിക്കൊരു സംശയമില്ല. എല്ലാരും വെല്ലുവിളിച്ചല്ലേ? ഇതിനകത്തൊരു ഗാഥ ഉണ്ടെങ്കിൽ കാണിക്കേ. മോനെ, എന്താ സംഭവിച്ചത്? എനിക്കൊരു പിടി കിട്ടുന്നില്ലടാ. ഇനിയിപ്പം ഓട് പൊളിച്ചെങ്ങാനും പോയി കാണും. വെറുതെ പ്രാന്ത് പറയല്ലേ. പിടിച്ച് ചങ്ങലക്കിടിഞ്ഞ മനസ്സിലായോ? അയ്യോ, എത്രയും പെട്ടെന്ന് നമുക്ക് വീടിനകത്തേക്ക് പോണം. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗാഥ മാഡം, മാഡം എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് പോണം. നീ എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചല്ലേ? നിന്നോട് ഞാൻ പ്രതികാരം ചെയ്തില്ലെങ്കില് ഞാൻ ഗാഥ ശ്രീനിവാസ് അല്ല, കാത്തിരുന്നു. ഗാഥ മാഡം, ഒന്ന് പോകുന്നുണ്ടോ? എന്തോ ദൈവഭാഗ്യത്തിന് ഇങ്ങനെയെങ്കിലും എത്തിപ്പെട്ടത്. പോ. അയ്യോ, പോകുന്നുണ്ടോ? അല്ലെങ്കിലേ നമുക്ക് രണ്ടുപേർക്കും കയ്യും കോർത്തു പിടിച്ച് അകത്തേക്ക് പോവാം. മാഡം, പ്ലീസ്.
ഇതങ്ങ് പൂട്ടിയേക്കാം. ഉദയ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഇത്രയും നേരം ഈ കുടുംബത്തിലുള്ളവരെ മുഴുവൻ നീ എന്തിനാ കുരങ്ങ് കളിപ്പിച്ചേ? ചോദിച്ച കേട്ടില്ലേ ഉദയ? ഇതിലെന്താ അത്ര ചോദിക്കാനായിട്ടുള്ളത്? ഗാഥയ്ക്ക് സംഭവിക്കാൻ പോയ അപകടത്തിന് കാരണക്കാരൻ ആരാണോ അയാളാണ് ഈ നിൽക്കുന്നത്. ഞാന് അതെ, കളരിക്കൽ കുടുംബത്തിൽ ഒരു കാര്യം നേരെ ചൊവ്വേ നടക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന 1-2 പേരുണ്ടല്ലോ അവിടെ. സാധാരണ ഭാര്യയാണ് ചുക്കാൻ പിടിക്കുന്നത്, ഇത്തവണ ഭർത്താവ്. ദേ, ആവശ്യമില്ലാത്ത കാര്യത്തിന് പഴി എന്റെ തലയെ കൊണ്ടിടരുത്. ഉണ്ടായിരിക്കണേ അവിടെ. ഇവിടെ 2 ഗാഥയുണ്ടെന്ന് നീ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഈ നിൽക്കുന്ന പെൺകുട്ടി നമ്മളെയൊക്കെ കബളിപ്പിക്കുന്നല്ലേ? അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയാ, അതിനെങ്ങനെ നാണം കെടുത്താന്ന് വെച്ചാ? എന്റെ പൊന്നളിയ, ഞാൻ നാണം കെടുത്തിയതല്ല. സത്യം എന്താണെന്ന് ദേ ഇവർക്ക് 2 പേർക്കും അറിയാം. ഗാഥമോളെ, ഗാഥമോള് ശരിക്കും വേറെ ഗാഥയല്ലേ? ശരിക്കുള്ള ഗാഥ വേറെ ഗാഥയല്ലേ? ആ ഗാഥയും ഈ ഗാഥയും ഒന്നല്ലല്ലോ. പറമോളെ. പറയുമോളെ. അപ്പൊ ഞാൻ മുറിക്കകത്ത് പൂട്ടിയിട്ട ഗാഥ എവിടെ? വാതിലിന്റെ പൂട്ട് പോലും തുറക്കാതെ അവളെ ആര് കൊണ്ടുപോയി? ഒന്നുകിൽ ആ ഗാഥ മായയാണ്, അല്ലെങ്കിൽ ഈ നിൽക്കുന്നതാണ് മായ. സത്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആരാണ് മായ, ആരാണ് ഗാഥ? അയ്യോ, നീ കാണിച്ചു കൂട്ടുന്നതാണ് മായ. ഇപ്പൊ നിന്റെ കരണത്ത് കിട്ടിയതാണ് യാഥാർത്ഥ്യം. മനസ്സിലായ? മോളെ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാ വലിയൊരു അപകടത്തിൽ നിന്ന് മോളെ രക്ഷപ്പെട്ടത്.